എല്ലാവർക്കും നമസ്കാരം. 1939-45 രണ്ടാം ലോകമായുധം. രാജ്യം രണ്ട് ടീമായി മാറി സഖ്യശക്തികളെന്നും അച്ചുതണ്ട് ശക്തികളെന്നും. സഖ്യശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ രാജ്യം ബ്രിട്ടൻ. യുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവിലെ ചേംബർലൈൻ. എന്നാൽ 1940 മെയ് 10 വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രി അധികാരം ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ശക്തമായ പ്രസംഗങ്ങളും ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിക്കുന്നു. യുദ്ധം തുടങ്ങിയത് 1939 പോളണ്ട് ആക്രമണത്തോടെയാണ് ജർമ്മനിയുടെ. ഈ പോളണ്ട് ആക്രമിച്ചപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ജർമ്മനിയുടെ മേൽ യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട്. രണ്ടാമത്തെ രാജ്യം ഫ്രാൻസാണ്. അതൊരു ഇമ്പീരിയലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിരുന്നു. ഏറ്റവും വലിയ സൈനിക ശേഷിയുടെ രാജ്യം യൂറോപ്പിലെ. പക്ഷേ സൈനികമായ പിന്നോക്കാവസ്ഥയും അല്ലെങ്കിൽ പഴഞ്ചൻ രീതികളും പഴഞ്ചൻ സാങ്കേതിക വിദ്യകളും നേതൃത്വമില്ലായ്മയും എല്ലാം അവരെ വല്ലാതെ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1940 ബെൽജിയം വഴി വന്ന് ജർമ്മനി ഫ്രാൻസിനെ കീഴടക്കുന്നുണ്ട്. മാഗ്നോട്ട് ലൈൻ വഴി വരില്ല എന്ന് ഫ്രാൻസ് ഉറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ ബെൽജിയം വഴിയാണ് വന്നത് ജർമ്മനി. അവരുടെ ബ്ലിറ്റ്സ് ക്രീഗ് പോലെയുള്ള യുദ്ധതന്ത്രങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഫ്രാൻസിനെയാണ് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ രാജ്യം സോവിയറ്റ് യൂണിയനാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ജോസഫ് സ്റ്റാലിനാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും തന്നെ ആക്രമിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നു ജോസഫ് സ്റ്റാലിൻ. കാരണം ജർമ്മനിയുമായി ഒരു നോൺ അഗ്രഷൻ പാക്റ്റിൽ ഒപ്പിട്ടിരുന്നു, പരസ്പരം ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞെട്ടിച്ചുകൊണ്ട് അവർ ചതി എന്നതുപോലെ ജർമ്മനി സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുകയാണ്. അതിന് ജർമ്മനി കൊടുത്ത പേര് തന്നെ ഓപ്പറേഷൻ ബാർബറോസ എന്നാണ്. ഫ്രാങ്ക്ലിൻ ബാർബറോസ എന്ന് പറയുന്ന ഒരു മിഡീവൽ എംപററായിരുന്നു റോമിലെ. അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കാൻ തന്നെ കാരണം ജർമ്മനിയുടെ സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ മോഹമാണ് അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ ശക്തമായ തിരിച്ചടിയാണ് ജർമ്മനിക്ക് ലഭിച്ചത്. നാലാമത്തെ രാജ്യം അമേരിക്കയാണ്. അമേരിക്ക അയക്കുന്നത് ആദ്യം ഒരു ന്യൂട്രലായിരുന്നു, ഒരു ഭാഗത്തും ചേർന്നില്ല. പക്ഷേ ജപ്പാൻ ഡിസംബർ 7 പേൾ ഹാർബർ ആക്രമിച്ചതോടുകൂടിയാണ് 1941 യുദ്ധരംഗത്തേക്ക് കടന്നു വരുന്നത്. ആദ്യം റൂസ്വെൽറ്റായിരുന്നു. പക്ഷേ അദ്ദേഹം 1945 ഏപ്രിൽ 12 മരിച്ച ശേഷം ഹാരിസ് ട്രൂമാനായി പ്രസിഡന്റ്. അവരുടെ ലെൻഡ് ആൻഡ് ലീസ് എന്ന പദ്ധതി പ്രസിദ്ധമാണ്. പടക്കോപ്പുകളും ആയുധങ്ങളും ഭക്ഷ്യസാധനങ്ങൾക്ക് ആവശ്യക്കാർക്ക് കടം കൊടുക്കുന്ന രീതി, പേയ്മെൻറ്റ് പിന്നെ കൊടുത്താലും എന്ന രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയും ഇത് അലിയുടെ പവറിൻ്റെ ഭാഗമായി. മറ്റൊരു രാജ്യമാണ് ചൈന. ചൈന എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യത്വ രാജ്യമായിരുന്നില്ല, സാമ്രാജ്യത്തിന് ഇരയായ രാജ്യമായിരുന്നു. ജപ്പാൻ്റെ തുടർച്ചയായ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരുന്ന രാജ്യമാണ്. അതുമൂലം ക്രൂരമായ തകർച്ച നേരിട്ട രാജ്യമാണ് ജപ്പാൻ. ആ ജപ്പാനെ 1942 ജപ്പാനെതിരായി നിരന്തരം യുദ്ധം ചെയ്യുന്നതുകൊണ്ട് ചൈനയെ 1942 സഖ്യകക്ഷിയായി അംഗീകരിക്കുകയാണ് ചെയ്തത്. ഈ 5 രാജ്യങ്ങളാണ് സഖ്യശക്തികൾ: ബ്രിട്ടനും ഫ്രാൻസും സോവിയറ്റ് യൂണിയനും അമേരിക്കയും ചൈനയും. ഈ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ UN ചാർട്ടർ തയ്യാറാക്കിയത് 1945 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച്. അവരാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗം അറിയപ്പെടുന്നത്. അവരിൽ ഏതെങ്കിലും ഒരു രാജ്യം ഒരു അഭിപ്രായത്തെ എതിർത്താൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. അവർക്കതുകൊണ്ട് വീറ്റോ പവറുണ്ട് എന്ന് പറയാം. ഇനി മറുഭാഗത്ത് അച്ചുതണ്ട് ശക്തികളാണ്. അതിൽ 3 രാജ്യങ്ങളാണ്: ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും. ജർമ്മനിയും ജപ്പാനും ചേർന്ന് 1936 ആൻറ്റി കൊമിൻറ്റേൺ പാക്റ്റ് ഒപ്പിട്ടത്. അതിൽ ഇറ്റലിയും പിന്നീട് ഒപ്പിട്ടു. റോം, ബെർലിൻ, ടോക്കിയോ അച്ചുതണ്ട് പ്രസിദ്ധമാണ്. അങ്ങനെയാണ് അച്ചുതണ്ട് ശക്തികളെന്ന പേര് കിട്ടിയത്. ഇതാണ്